seize the day He's given you. Hello, freedom. Goodbye, chains. The Savior's blood is running through your veins. Goodbye, old. Hello, new. Go seize the day He's given you. Hello, freedom. Goodbye, chains. The Savior's blood is running through your veins. Goodbye, old. Hello, new. Go seize the day He's given you. And hello, freedom. Goodbye, chains. The Savior's blood is running through your Oh, it's running through your veins. So goodbye, old. Hello, new. Go seize the day He's given you. And hello, freedom. Oh, goodbye, chains. The Savior's blood is running through your You can leave it all in the water. You can let it all be washed away. The old man is gone, the past is over. It's been buried in the grave. It's been buried in the grave. It's been buried in the grave.
Accept your love in us, insecure by your side. I run to you with open arms, your cleansing love I feel, safe and secure by your side. Surround me like the bright morning star, fields of vanishing light. Surround me like the bright morning star, darkness flees at the sight of your When doubts arise, questions are thought, I'll always turn to you, safe and secure by your side. Under your wings, I'll find refuge, fortress of strength for me, secure by your side. You surround me like the bright morning star, fears of vanishing light. You surround me like the bright morning star, darkness flees at the sight of your surround me like the bright morning star, fears of vanishing light. You surround me like the bright morning star, darkness flees at the sight of your ഈ മാമോദീസ ശുശ്രൂഷ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നടത്തുന്നത്. മാമോദീസയുടെ ഒന്നാം ഭാഗം പ്രസവ സമയത്ത് വ്യക്തിക്ക് ദൈവം നൽകിയതായ നന്മകൾക്ക് സ്തോത്രം കയറിയിട്ടുവാൻ തക്കവണ്ണം പ്രസവ സ്തോത്രത്തിൻ്റെ ശുശ്രൂഷയാകുന്നു ആദ്യ ഭാഗമാണ്. പ്രസവ സ്തോത്രത്തിനായി പ്രിയ മാതാവ് മുമ്പോട്ട് കടന്നുവന്ന് മുമ്പോട്ട്
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും നല്ല മഹത്വമുള്ളത് പറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 എന്നങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുശ്രൂഷാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം ആകാശത്തിലെ ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ ദോഷങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിക്കാതെ സർവശക്തിയുള്ളവനും തന്റെ മഹാശക്തിയാലും ദിവ്യജ്ഞാനത്താലും സകലത്തെയും ഭരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, പ്രസവത്തിന്റെ സകല ആപത്തുകളിൽ നിന്നും വിഷമതരങ്ങളായ ഉപദ്രവങ്ങളിൽ നിന്നും നീ രക്ഷിക്കുകയും ഇന്ന് സുഖത്തോടുകൂടി നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ വന്ന് നിന്റെ കർത്തൃത്വത്തെ വന്ദിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിപ്പാനും നീ ഇടവരുത്തുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ ദാസിക്ക് വേണ്ടി നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കുന്ന പ്രാർത്ഥനകളും സ്തോത്രങ്ങളും നീ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ബഹുത്വത്താൽ ഇവളെ ദർശിച്ച ഇവളുടെ മേൽ കരുണ ചെയ്യണമേ. നിന്റെ അടുക്കൽ നിന്ന് ഐശ്വര്യങ്ങളുടെ വാഴ്വുകൾ ഇവൾക്ക് അയച്ചു കൊടുക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നീ നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും ഉപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തങ്കിലേക്ക് അടുത്തു വരുന്ന എല്ലാവരെയും ജീവിപ്പിക്കുന്നവരും രക്ഷിക്കുന്നവരും തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരുടെയും സങ്കേത സ്ഥലവും തന്റെ മക്കളുടെ ആവശ്യമറിഞ്ഞ് തന്റെ കൃപയാൽ അവരെ സഹായിക്കുന്നവനും മലിനതയുള്ളവരെ വെടിപ്പാക്കുന്ന സോപ്പായും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനുമായ മശിഹാ തമ്പുരാന് തന്റെ ദാസിക്ക് വേണ്ടിയുള്ള സ്തോത്ര പ്രാർത്ഥന പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മനുഷ്യരുടെ ആയുസിനെ കുറിച്ച് താല്പര്യമുള്ളവരും സഹായങ്ങൾ നൽകുന്നവരും നന്മകളെ പ്രദാനം ചെയ്യുന്നവനും കടങ്ങളെ പരിഹരിക്കുന്നതുമായ വിശ്വാസം ഈ നിന്റെ ദാസിയുടെ വിശ്വാസമേക്ക് ഇവൾക്ക് ചെയ്തു കൊടുത്തതും ഇവളെ കാത്തുരക്ഷിതമായ അങ്ങനെ സകല പ്രവർക്കും വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സ്തോത്രാർപ്പിച്ച് അവിടുത്തെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴും കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ മതവാഴമാകെ എടുത്തുവന്നിരിക്കുന്ന ഈ നിരാശയെ അവിടുത്തെ കൈ നീട്ടി അനുഗ്രഹിക്കണമേ. ഇവിടെ പേരും അനുഗ്രഹങ്ങളും കറിയും അവിടുന്ന് ചെയ്യണമേ.
പാപത്തിലെ സകല ശക്തിയിൽ നിന്നും വെളിപ്പാക്കണമേ. ശക്തിയുള്ളതും സഹായം നൽകുന്നതുമായ അങ്ങയുടെ വലകൈ എപ്പോഴും ഓർപ്പാനും അങ്ങയുടെ കരുണയിലാശ്രയിപ്പാനുകൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ ചിറകുടെ കീഴിൽ ഇവിടെ മറച്ചുകൊള്ളണമേ. അങ്ങയുടെ നന്മകൾ ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ജീവന്റെ വഴികളിൽ കൂടി നടപ്പാൻ അങ്ങനെയുള്ള സത്യവിശ്വാസത്തിൽ നിലനിൽപ്പാൻ വിശുദ്ധിയിൽ ഇവിടെ ആയുസ്സിനെ പൂർണ്ണമാക്കാൻ അങ്ങേ പ്രസാദത്തിലുള്ള എല്ലാവരോടും കൂടെ അഴിവില്ലാത്ത ഭാഗ്യങ്ങളിൽ ഓഹരി കണ്ടെത്തുവാൻ യോഗ്യതയുള്ളതായി തീരുവാനും ഇവിടെ അവൻ സഹായിക്കണമേ. അങ്ങേക്ക് എല്ലാവരും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രങ്ങൾ കയറ്റുന്നു ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവങ്കേലിയസിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. പ്രമാണപ്രകാരം ശുദ്ധീകരണ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞുലായൊക്കെയും കർത്താവിന്റെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവിനായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് മുമ്പാകെ അവനെ നിർത്തുവാനും കർത്താവിനായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ ചങ്ങാലിയോ 2 പ്രാവൻ കുഞ്ഞുങ്ങളെയോ യാഗമായി കൊടുപ്പാനും യെരൂശലേമിലേക്ക് അവനെ കൊണ്ടുപോയി. യെരൂശലേമിൽ ശമയോൻ എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും പരിശുദ്ധനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി നോക്കി പാർക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ അവൻ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവേ അനുഗ്രഹിക്ക ശുശ്രൂഷ കൈക്കൊള്ളണമേ. നിൻ കൽപ്പനകൾ ധ്യാനിച്ച് സത്യം പഠിപ്പാലുക. കരുണയിൻ വലങ്കൈയാലെ നടത്തണമേ സ്വർഗ്ഗത്തേക്ക്. പ്രാർത്ഥനകൾ കേൾക്കുന്നോനെ വചനങ്ങൾ നൽകുന്നോനെ ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാതനകൾ നൽകിയിടണമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് തന്റെ വലങ്കൈ നിന്റെ മേൽ ആവസിപ്പിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ. രാപ്പകൽ അവൻ നിന്നെ കാത്തുമറിച്ചു കൊള്ളട്ടെ. ഈ ലോകത്തിൽ സകല അരിഷ്ടതകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അവലാദികളിൽ നിന്നും അവൻ നിന്നെ രക്ഷിക്കട്ടെ. വരുവാനിരിക്കുന്ന ലോകത്തിൽ അഴിഞ്ഞു പോകാത്ത ഭാഗ്യത്തിന് നിത്യജീവനും നിന്നെ യോഗിയാക്കി തീർക്കുകയും ചെയ്യട്ടെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് നിന്റെ മേൽ മനസ്സറിഞ്ഞ് നിന്റെ സകല പാപങ്ങളെ നിന്നോട് ക്ഷമിക്കുകയും നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുകയും നിത്യജീവനിലേക്ക് നിന്നെ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ഒരു രാജ്ഞിയായി കിരീടധാരണം ചെയ്യപ്പെടുകയാണ്. നമ്മൾ സാധാരണ ഈ ലോകത്തിൽ കിരീടം ധരിപ്പിക്കുന്ന സമ്പത്തുള്ളവരെയും അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നവരെയും ലോകത്തിൻ്റെ അക്സെപ്റ്റൻസ് ഉള്ളവരെയുമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ഇന്ന് ഈ സമയം ഈ പൈതലിനെ ദൈവം കിരീടം ധരിപ്പിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ഒരു കൊറോണേഷനാണ്, കിരീടധാരണമാണ് മാമോദീസ എന്ന് പറയുന്നത്. ഈ കിരീടധാരണത്തിൽ ഈ പൈതലിന് പുതിയ ഒരു പേര് നൽകപ്പെടുകയാണ്. വിശ്വാസം എന്ന അർത്ഥമുള്ള ഒരു പേരാണ് ഈ പൈതൽ നൽകപ്പെടുന്നത്. ദൈവവിശ്വാസത്തിൽ ഈ പൈതൽ വളർത്തപ്പെടുവാൻ
ഈ ലോകത്തിൽ സത്യവിശ്വാസത്തിൻ്റെ മാതൃകയായി ജീവിക്കുക ഈ പ്രിയ പൈതലിന് കഴിയട്ടെ എന്ന് ഈ കിരീടധാരണത്തിലൂടെ നാം പ്രാർത്ഥിക്കുക. ഈ കിരീടധാരണത്തിലൂടെ ഇന്ന് ഈ പ്രിയ പൈതലിന് ഈ പുതിയ ജനനം നൽകുകയാണ്. യേശു തന്നെ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിന്നുള്ള ജനനം ഭൗതികമായ ഫിസിക്കൽ ബർത്ത് ആണെങ്കിലും ഇന്ന് ഈ മാമോദീസ തൊട്ടിയിലൂടെ ആത്മീയ ഉദരത്തിലൂടെ ഒരു ആത്മീയ ജനനം, പുതിയ ജനനം പൈതലിന് ഈ കിരീടധാരണത്തിലൂടെ സംഭവിക്കുകയാണ്. ഈ കിരീടധാരണത്തിലൂടെ ഈ പൈതലിന് ദൈവം ഒരു പുതിയ സമ്മാനം കൊടുക്കുകയാണ്. ന്യൂ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് പരിശുദ്ധാത്മാവാണ്. തലമുറകളെ വഴി നടത്തിയ ശക്തീകരിച്ച ദൈവത്തിൻ്റെ ആത്മാവ് സത്യത്തിൽ ആത്മാവിൽ ഈ പൈതൽ ജീവിക്കാൻ തക്കവണ്ണം, നേരായ പാതയിൽ സഞ്ചരിക്കാൻ തക്കവണ്ണം, വിശ്വാസത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ ഒരു വലിയ സമ്മാനം ദൈവം ഈ കിരീടധാരണത്തിലൂടെ നൽകുകയാണ്. അപ്പോൾ ഈ കിരീടധാരണത്തിലൂടെ ഈ പൈതൽ ഒരു പുതിയ സമൂഹത്തിന്റെ ഭാഗമായി തീരുകയാണ്. എ ന്യൂ കമ്മ്യൂണിറ്റി. വിശ്വാസ സമൂഹത്തിന്റെ സഭയുടെ ഭാഗമായി തീരുകയാണ്. ആ സഭയിലേക്ക് സ്വീകരിക്കുന്നതിന് അടയാളമായിട്ടാണ് ആ വിശ്വാസം പ്രിയ ജ്ഞാന മാതാവ് ഇന്ന് ഏറ്റുപറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു കിരീടധാരണ ശുശ്രൂഷയാണ്. ഈ പ്രിയ പൈതലിനെ ദൈവസന്നിധിയിൽ ഈ മാതാപിതാക്കൾ കൊണ്ടുവന്ന് ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുകയാണ്. ദൈവമേ, നീ ഈ പൈതലിനെ കിരീടം ധരിപ്പിക്കണമേ. ലോകം നൽകുന്ന കിരീടത്തെക്കാളും പ്രതാപത്തെക്കാളും സ്ഥാനത്തെക്കാളും അധികാരത്തെക്കാളും ദൈവം നൽകുന്ന അധികാരത്തിൽ ഈ കിരീടം ധരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പാതയിൽ, നന്മയുടെ പാതയിൽ, സ്നേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ ഈ പൈതലിനെ സഹായിക്കണമേ എന്ന് നാം എല്ലാവരും ഈ കിരീടധാരണത്തിൽ പ്രാർത്ഥനയോടെ സംബന്ധിക്കും. അതുകൊണ്ട് എ ന്യൂ നെയിം, ന്യൂ ബർത്ത്, ന്യൂ ഗിഫ്റ്റ്, ന്യൂ കമ്മ്യൂണിറ്റി. ഈ ശുശ്രൂഷ, ഈ കിരീടധാരണ ശുശ്രൂഷ ഈ പൈതലിന് അനുഗ്രഹമായി തീരുക, മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരുക, സഭയ്ക്ക് അനുഗ്രഹമായി തീരുക, ദേശത്തിന് അനുഗ്രഹമായി തീരുക. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് സമ്മതിക്കാം. പരിശുദ്ധ സ്തുതി. ശ്രീകന്മാരെ നീ ഭരതേൽപ്പിച്ച മാമോദീസായാകുന്ന ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. കർത്താവേ, ഭാവികളായ ഞങ്ങളുടെ മധ്യസ്ഥത മൂലം ഇപ്പോൾ മാമോദീസായ്ക്ക് അടുത്ത് വന്നിരിക്കുന്ന പൈതൽ രക്ഷ നൽകപ്പെടുകയും ഞങ്ങളെല്ലാവരും അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, തിരുസഭയിൽ ഉൾപ്പെടുന്ന ഈ നിന്റെ ദാസിയെ വാഴ്ത്തണമേ. മരണകരമായ സകല പ്രവൃത്തികളെയും ജയിച്ചുകൊണ്ട് നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രം കയറ്റുവാൻ തക്കോണം ഇഹലോകത്തിന്റെ അവസ്ഥയെ അറിയേണ്ടതിന് ഇവരുടെ ബോധത്തിന്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും ഉപേക്ഷിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. എല്ലായ്പ്പോഴും നിരന്തരം കരയിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ മഹത്വമുള്ള ദിവ്യാലോചനയാൽ ആത്മീയമായ തന്റെ ആട്ടിൻകൂട്ടത്തിന് ഞാൻ ആർത്ഥകമായ മാമോദീസയെ നിയമിച്ചവനായി നിർവചിക്കാവുന്നല്ലാത്ത സാക്ഷാൽ പ്രകാശമായിരിക്കണം തമ്പുരാന്. മാമോദീസയുടെ ശുശ്രൂഷ നിവർത്തിക്കപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങളെ കൂട്ടിച്ചേർക്കുകയും എന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിന് ഞങ്ങളെ ക്ഷണിക്കുകയും എന്റെ ആത്മീയതത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷയുടെ ഒഴുക്കിലേക്കും ജീവന്റെ ഉറവിലേക്കും
ജീവിതത്താൽ പ്രസംഗിച്ച് അരുളി ചെയ്യുകയും ചെയ്ത ഞങ്ങളുടെ വിശ്വാസപരാണി ഞങ്ങളുടെ കാവലിലോ ജീവന്റെ മുദ്ര പ്രാപിപ്പാൻ അടുത്ത് വന്നിരിക്കുന്ന ഈ നിന്റെ പൈതലിനെ നീ വാഴ്ത്തണമേ. നിന്റെ തൊഴുത്തിൽ ഈ പൈതലിനെ പ്രവേശിപ്പിക്കണമേ. നിന്റെ ആടുകളുടെ കൂട്ടത്തിൽ ഈ പൈതലിനെ എണ്ണിക്കൊള്ളണമേ. നിന്റെ മുഖപ്രകാശം ഈ പൈതൽ പ്രശോഭിക്കുമാറാകണമേ. വീണ്ടും ജനനത്തിന് ഇവൾ യോഗ്യതയുള്ളവരായി നിന്റെ പിതാവിനെ മകളാക്കി തീർക്കണമേ. പഴയ മനുഷ്യനെ ഈ പൈതൽ നുരിഞ്ഞു കളഞ്ഞ് നാശമില്ലാത്ത പുതിയ മനുഷ്യനെ ധരിക്കുമാറാകണമേ. ഈ പൈതൽ നല്ല വളർച്ചയും പൂർണ്ണതയിലുള്ളവരായി തീരണമേ. ആശ്വാസവും സമാധാനമുള്ള ജീവിതത്താൽ നല്ല അവസാനത്തിലും ക്രിസ്തീയപൂർണ്ണതയ്ക്കും വളരെ യോഗ്യതയുള്ളവളാക്കി തീർക്കണമേ. ഞങ്ങളും ഇവളും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ആയതിപ്പോഴും എന്നേക്കും തന്നെ. ഞങ്ങളുടെ കർത്താവേ, മാമോദീസായി വന്നോരേ ദാസിയരേ, കാത്തുകൊള്ളിൻ ശ്രീബയാൽ വെള്ളത്താലൻ സ്ഥാപനം വയുവന്റെ ദുർഹായാൽ എന്നല്ലോ സയാസുദൻ ആദരവോട് ചൊല്ലി. കർത്തൻ സ്നാനത്തിനായും യോഹന്നാൻ സാക്ഷ്യത്തിലും ഇവരിൽ സലാസുദൻ എന്നു താങ്കനും ചൊല്ലി. കർത്താവേ, വിശുദ്ധ മാമോദിസയ്ക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ഈ പൈതലിന് വേണ്ടി അവിടുത്തെ അനുഗ്രഹങ്ങളുടെ ബഹുത്വത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പൈതൽ നിന്നാൽ നിത്യജീവനായി ഇടപെടുകയും അങ്ങയുടെ ഭവനാവകാശിയായി തീരുകയും അവിടുത്തെ വിശുദ്ധ കൽപ്പനയോട് യോജിച്ചിരിക്കുകയും അങ്ങേക്ക് അങ്ങയുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ശ്രീമാരുടെ സ്തുതി, കർത്താവേ, ഞങ്ങളുടെ ഇസ്രായേലിന് ഞങ്ങൾക്ക് തുറക്കണമേ. എന്നാൽ എന്റെ സഹോദരനെ, പാപം വർദ്ധിപ്പാനായിട്ട് ന്യായപ്രമാണത്തിന് പ്രവേശനം ഉണ്ടായി. പാപം വർദ്ധിച്ചെടുത്ത് കൃപയോഗ്യമായി വർദ്ധിച്ചു. അത് മരണത്താൽ പാപം രാജ്യപാലനം ചെയ്ത പോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു മിശിഹാ മൂലം നിത്യജീവനിലേക്ക് നീതിയായ കൃപയും രാജ്യപാലനം ചെയ്യുവാനായിട്ട് തന്നെ. ആയാൽ നാം എന്ന് പറയേണ്ടു, കൃപ വർദ്ധിപ്പാനായി നാം പാപത്തിൽ ജീവിക്കായിരുന്നു. അതൊരു നാൾ വരുന്നത് എന്തുകൊണ്ടെന്നാൽ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതെങ്ങനെ ജീവിക്കും? യേശു മിശിഹാ മാമോദീസ കൈക്കൊണ്ടവരായ നാം എല്ലാവരും അത് മരണത്തിൽ പങ്കാളികളാവുവാൻ മാമോദീസ കൈക്കൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നാൽ മാമോദീസ മരണത്തിലേക്ക് അവനോടുകൂടെ നാം കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. യേശു മിശിഹായുടെ പിതാവ് നോർത്താൻ മറ്റുള്ളവരുടെയിൽ നിന്നും ഉയർന്നേറ്റതുപോലെ അങ്ങനെ നാം പുതിയ ജീവനിലേക്ക് നടപ്പാനായിട്ട് തന്നെ. ആകയാൽ നാം മനുഷ്യരോടുകൂടെ മരിച്ചുവെങ്കിൽ മിശിഹായുടെ തന്നെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ത്തുമോടും ഭയത്തോടും മറക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന ലൂക്കോസ്, യോഹന്നാൻ എവങ്കേലിസ്തന്മാർ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ജനം യുഗങ്ങൾ
യോഹന്നാനെ കുറിച്ച് മശിഹായാകുന്നു എന്ന് നിരൂപിച്ചു. എല്ലാവരുമായിട്ട് ഹൃദയത്തിൽ വിചാരിച്ചിരുന്നപ്പോൾ യോഹന്നാൻ ഉത്തരമായിട്ട് അവരോട്, കണ്ടാലും ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് മാമോദീസ വെക്കുന്നു, എന്നാൽ എന്നേക്കാൾ ബലവാനായിരിക്കുന്നവന്റെ പിന്നാലെ വരുന്നു. അവന്റെ ചെരുപ്പുകളുടെ വാറുകളെ എടുപ്പാൻ ഞാൻ യോഗ്യമല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും മാമോദീസ വെക്കും. യേശു നിക്കോദിമോസിനോട്, ഞാൻ സത്യമായിട്ട് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ഒരുത്തൻ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിക്കുന്നില്ല എങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ജഡത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് ജഡമാകുന്നു, ആത്മാവിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് ആത്മാവുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പുതിയ പേര് നൽകുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഫെയ്ത്ത് എൽസ ബിജു മുദ്രയിടപ്പെടുന്നു. തിരുനാമത്തിൽ ഞങ്ങൾ മുദ്രകുത്തിയിരിക്കുന്ന നിന്റെ കൈവേലി പൈതൽ നിന്ന് കളയണമേ. മത്സരക്കാരൻ രോഗിയായിരിക്കുന്നവനെ നീ ശാസിച്ച് വഞ്ചനയുടെ ആത്മാവിൽ നിന്ന് ഈ നിന്റെ പൈതലിനെ ശുചീകരിക്കണമേ. ഈ പൈതൽ ശാചുക്കളുടെ വാസസ്ഥലമല്ല, എന്നാലോ ദൈവത്തിന്റെ മന്ദിരം തന്നെ ആയിരിക്കണമേ. ഈ പൈതല് പുതിയ ഒരു സമൂഹത്തിൻ്റെ സഭയുടെ ഭാഗമായി തീരുവാൻ പോവുകയാണ്. അതിൻ്റെ അടയാളമായി ഉപേക്ഷണ വാചകവും പ്രതിജ്ഞ സ്വീകരണ വാചകവും ഇപ്പോൾ ഈ പൈതലിന് വേണ്ടി ഞാൻ മാതാ ഓമന ഫിലിപ്പോസ് ഇപ്പോൾ പൈതലിന് വേണ്ടി എൻ്റെ പിന്നാലെ ഉപേക്ഷണ വാചകവും തുടർന്നുള്ള സ്വീകരണ വാചകവും ചൊല്ലേണ്ടതാണ്. ആദ്യമായി അടുത്തുള്ള ആൻറ്റിയുടെ ഇടത് കൈകൊണ്ട് കുഞ്ഞിൻ്റെ ഇടത് കൈയെ പിടിച്ച്, ആൻറ്റിയുടെ ഇടത് കൈകൊണ്ട് കുഞ്ഞിൻ്റെ ഇടത് കൈ പിടിച്ച് ഈ ഉപേക്ഷണ വാചകം എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലണം. മാമോദീസ ഒഴുകുന്ന ഞാൻ സാത്താനെയും അവൻ്റെ സകല ദൂതന്മാരെയും അവൻ്റെ സകല സൈന്യങ്ങളെയും അവൻ്റെ സകല ആരാധനയും അവൻ്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. മാമോദീസ ഒഴുകുന്ന ഞാൻ സാത്താനെയും അവൻ്റെ സകല ദൂതന്മാരെയും അവൻ്റെ സകല സൈന്യങ്ങളെയും അവൻ്റെ സകല ആരാധനയും അവൻ്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. മാമോദീസ ഒഴുകുന്ന ഞാൻ സാത്താനെയും അവൻ്റെ സകല ദൂതന്മാരെയും അവൻ്റെ സകല സൈന്യങ്ങളെയും അവൻ്റെ സകല ആരാധനയും അവൻ്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. ആൻറ്റിയുടെ വലത് കൈ കൊണ്ട് കുഞ്ഞിൻ്റെ വലത് കൈ പിടിച്ച് പിന്നാലെയുള്ള സ്വീകരണ വാചകം എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലാണ്. മാമോദീസ ഒഴുകുന്ന ഞാൻ മശിഹാ തമ്പുരാനായ നിന്നെയും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം വിശുദ്ധ പിതാക്കന്മാർക്ക് നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ട ദൈവികമായ സകല ഉപദേശങ്ങളെ വിശ്വസിച്ച് കൈക്കൊള്ളുന്നു. മാമോദീസ ഒഴുകുന്ന ഞാൻ മശിഹാ തമ്പുരാനായ നിന്നെയും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം വിശുദ്ധ പിതാക്കന്മാർക്ക് നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ട ദൈവികമായ സകല ഉപദേശങ്ങളെ വിശ്വസിച്ച് കൈക്കൊള്ളുന്നു. മാമോദീസ ഒഴുകുന്ന ഞാൻ മശിഹാ തമ്പുരാൻ നിന്നെയും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം വിശുദ്ധ പിതാക്കന്മാർക്ക് നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ട ദൈവികമായ സകല ഉപദേശങ്ങളെ വിശ്വസിച്ച് കൈക്കൊള്ളുന്നു. ഇനി ആൻറ്റിയുടെ വലതുകൈ കൊണ്ട് കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ഈ പ്രതിജ്ഞാവാചകം എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു.
സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് മശിഹായിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസപ്രമാണം ഞാൻ പോകുകയും ദൈവത്തിന്റെ ഏകപുത്രൻ സകലത്തെയും ജീവിപ്പിക്കുന്നവർ കർത്താവേ, അങ്ങയുടെ വിശുദ്ധ ആത്മാവിനെ അവിടുന്ന് അയച്ച് ഇല്ലായ്മയിൽ നിന്ന് ഈ പൈതലിനെ സൃഷ്ടിച്ചുമ്മയിലേക്ക് വരുകയും അവിടുത്തെ മനുഷ്യസ്നേഹത്താല് വിശുദ്ധ മാമോദിസായ്ക്ക് ഈ പൈതലിനെ യോഗ്യമാക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവേ, വിശുദ്ധ അപ്പസ്തലന്മാരുടെ അടിസ്ഥാനത്തിന്മേല് ഈ പൈതലിനെ സ്ഥിരപ്പെടുത്തണമേ. വിശുദ്ധ സഭയിൽ സത്യനിലയായി ഇവളെ നടയണമേ. വിശുദ്ധ ഊഹായാകുന്ന രഹസ്യാഭിഷേകത്തിന് ഈ പൈതലിനെ അറയാക്കണമേ. ദൈവികമായ ഇടദാനങ്ങൾ കൊണ്ട് ഇവിടെ സമ്പൂർണ്ണരാക്കണമേ. അങ്ങയുടെ ആരാധനക്കാരായ ഇവർ പാപത്തിന്റെ അടിമയിൽ നിന്ന് സാധ്യപ്പെടുവാൻ ഇവരുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ പ്രകാശം അവിടുന്ന് ഉദിപ്പിക്കുകയും ചെയ്യണമേ. വീണ്ടും ജനനത്താലുള്ള പുത്രത്വത്തിന്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും നാമത്തിൽ ഫെയ്ത്ത് എൽസ ബിജു വിശുദ്ധ തൈലം കൊണ്ട് മുദ്രയിടപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവേ, കൃപയാലും അനുഗ്രഹങ്ങളാലും മനുഷ്യ സ്നേഹത്താലും ഞങ്ങളുടെ ബലഹീന പ്രാർത്ഥന കൊണ്ട് ഈ വെള്ളത്തെ ശുചീകരിക്കണമേ. കർത്താവേ, പാപത്തിന്റെ സകല നല്ലതയിൽ നിന്നും കറയിൽ നിന്നും ഞങ്ങളെ ശുചീകരിക്കുന്ന യഥാർത്ഥമായ ശുചീകരണത്തിന്റെ ഉറവ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നവരോ. രക്ഷിക്കുന്നവനും ഉടച്ചുവെളിപ്പാക്കുന്നവനും സകല നന്മകളും നൽകുന്നവനും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയിട്ടുന്നു. ആയപ്പോഴും എന്നേക്കും തന്നെ. ജാതികളെ ഇതിനെ കേൾപ്പേ. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാനജലത്തെ കലർത്തിയിടുന്നീതാ. മശിഹ ശുദ്ധം ചെയ്തിറങ്ങിയാതിൽ മുങ്ങിടുന്നു. ജലത്തിൽ നിന്നു താൻ കയറിയൊരു നേരം വാനം ഭൂമി സൂര്യൻ ചന്ദ്രനും താരകയോടിക മേഘങ്ങൾ അവനെ
നദികൾ ഒറ്റുകൾ ശുദ്ധീകരിപ്പോലെ വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമോ? ദൈവമായ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ കൃപയാലും അവിടുത്തെ അനുഗ്രഹങ്ങളാലും ഈ വെള്ളത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ഇതിൽ ഒഴുകുന്നു വഞ്ചനയുടെ മോഹങ്ങളാൽ ക്ഷയിപ്പിക്കുന്ന മനുഷ്യനെ ഉരിഞ്ഞൊളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ സാദസ്യത്തിൽ പുതുതാക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുവാൻ കൃപ നൽകണമേ. അങ്ങേക്കും അങ്ങയുടെ ഏകപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയവോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, വെള്ളത്തിൽ മാമോദീസ മുഴുകുന്ന ഈ പൈതലിന് അശുദ്ധിയിൽ നിന്നുള്ള വെടിപ്പും ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലും പാപങ്ങളുടെ മോചനവും പിഴകളുടെ പരിഹാരവും ദത്തപ്രകാശത്തിൽ നൽകലും നാശമില്ലാത്ത വസ്ത്രവും പരിശുദ്ധ റുഹായുടെ പുതുക്കവും നിന്റെ ഏകജാതനായ പുത്രന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടുമുള്ള അനുരൂപതയും നീ നൽകണമേ. സർവശക്തിയുള്ള പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഈ മാമോദീസ വെള്ളത്തിൽ ഞങ്ങൾ വിശുദ്ധ മൂറോൻ ഒഴിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ദൈവമായ കർത്താവേ, മാമോദീസ ഒഴുകുന്ന ഈ പൈതലിനെ നീ പൂർണ്ണതയുള്ളവളാക്കണമേ. രക്ഷാകരമായ നിന്റെ സ്നാനത്താൽ വെടിപ്പാക്കിയും കൊണ്ട് ഈ പൈതലിനെ നിന്റെ മശിഹായുടെ കൂട്ടവകാശിയാക്കി തീർക്കണമേ. കർത്താവേ, ഈ പൈതൽ പുതുക്കപ്പെടുകയും നിന്റെ കൃപ നിറഞ്ഞ ശ്രേഷ്ഠതയുള്ളവളായി തീരുകയും നിന്റെ ദൈവിക ദാനങ്ങളുടെ ചുമതലകളെ ഇവൾ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളും ഈ പൈതലും നിനക്ക് നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി സ്തോത്രവും കരയേറ്റും. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പാപമോചനത്തിന്റെ നിത്യജീവന്റെയും പ്രത്യാശയും മാമോദീസ മുഴുവപ്പെടുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. കൈക്കൊള്ളണമേ ദൈവമേ, വലം കൈ നീട്ടി വാഴ്ത്തണമേ നിന്ദാസിയെ. നിൻ കർത്തൃത്വത്തെ സ്തുതിപ്പാൻ നൽകണമേ നിൻ കൃപയെ. പ്രാർത്ഥനകൾ കേൾക്കുന്നവനേ, യാചനകൾ നൽകുന്നവനേ, ഞങ്ങളെ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകണമേ. പരിശുദ്ധ റൂഹായാൽ ഉയരത്തിലുള്ള ശക്തിയാൽ നിങ്ങൾ ശക്തിപ്പെടുകയും വഞ്ചനയുടെ ഇമ്പമുള്ള മോഹങ്ങളാൽ ക്ഷയിച്ചു പോകുന്ന പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ച് അവരിൽ നിന്ന് മുഖം തിരിപ്പി. ഇങ്ങനെ അതിനാൽ തന്നെ പ്രതിപാദിച്ചുകൊണ്ട് അവിശ്വാസികളായ മനുഷ്യരുടെ അടുക്കൽ ജീവന്റെ വചനത്തെ പിടിച്ചുകൊള്ളുന്നവരും വരുവാനിരിക്കുന്നവയും
വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നവയുമായ പുതിയ ജീവകളിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുന്നുവെന്ന് തിരിച്ചറിയുന്നവരുമായിരിക്കും. തന്റെ വലിയ അനുഗ്രഹങ്ങൾ പോലെ മശിഹായോടുകൂടെ വാഴുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുവാറാകട്ടെ. സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റുഹായുടെ പരിപൂർണ്ണ നൽകത്തിന്റെ ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ കൊണ്ട് ബിജു അഭിഷേകം ചെയ്യപ്പെടുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ജീവനും വിശുദ്ധിയുമുള്ള റുഹായുടെയും തിരുനാമത്തിൽ തന്നെ. മഹത്വമൊന്നും ഇതിന്റെ പൈതലിനെ കിരീടം ധരിപ്പിക്കണമേ. ഈ പൈതലിന്റെ ജീവിതം നിന്റെ കർത്തൃത്വത്തിന്റെ ആനുകൂല്യത്തിന് നിന്റെ ശ്രേഷ്ഠതയുടെ സ്തോത്രത്തിനുമാക്കി തീർക്കണമേ. പൈതൽ പുത്രത്വത്തിൽ ശ്രീകായത്തിന്റെ കൃപയാൽ അലങ്കരിക്കപ്പെടുകയും മഹത്വത്തിന്റെ ശോഭയുള്ള കിരീടങ്ങളാൽ ധരിപ്പിക്കപ്പെടുകയും ആത്മീയ ആളുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുമായും സ്തുതിയും സ്തോത്രം കയറ്റുവാൻ ഈ പൈതൽ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തിരുസഭയുടെ മുമ്പാകെ ഈ പൈതലിനു വേണ്ടി സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശുമിശിഹായെ കൈക്കൊള്ളുന്നുവെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള മാതാപിതാക്കൾക്കും ജ്ഞാനമാതാപിതാക്കൾക്കും പ്രത്യേക കടമയുണ്ട്. ഈ പൈതലിനു വേണ്ടി പൈതലിനോടൊത്ത് ക്രമമായി പ്രാർത്ഥിക്കുകയും ഈ പൈതൽ വളർന്നു വരുന്നതിനനുസരിച്ച് കർത്താവ് യേശുമിശിഹായുള്ള വിശ്വാസത്തിൽ സഭയുടെ ഉപദേശത്തിൽ ഈ പൈതലിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങൾ ഈ പൈതലിന് എല്ലാ കാര്യത്തിലും മാതൃകയായിരിക്കണം. ഈ പൈതൽ വളർന്ന് പ്രായമായതിനു ശേഷം താൻ തന്നെ സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശുമിശിഹായെ കൈക്കൊള്ളുന്നുവെന്ന് പരസ്യമായി ഏറ്റുപറയത്തക്ക വിധത്തിൽ അഭ്യസിപ്പിക്കേണ്ട ചുമതല സഭ നിങ്ങളെ വരവേൽപ്പിച്ചിരിക്കുന്നു എന്ന് സഭയുടെ നാമത്തിൽ ബലഹീനായ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് ഇതിന് നിങ്ങളെ അനുദിനം സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ വരവേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ നിങ്ങൾ പോകുവിൻ. പിതാവായ ദൈവം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഒന്നിനായ പുത്രൻ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. പരിശുദ്ധ റുഹ നിങ്ങളെ പൂർണ്ണതയുള്ളവരാക്കുകയും ചെയ്യട്ടെ. ഈ പാപത്തിന്റെ എല്ലാ നാശത്തിൽ നിന്നും നിങ്ങളുടെ ആയുസ്സിനെ കാക്കുകയും സകല ഉപദ്രവങ്ങളിൽ നിന്നും എന്നേക്കും നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷ
life has begun. From this moment, you are the one. Right beside you is where I belong. From this moment on, From this moment, I have been blessed. I live only for your happiness, And for your love, I'd give my last breath. From this moment on, I give my hand to you with all my heart. I can't wait to live my life with you. Can't wait to start. You and I will never be apart. My dreams came true because of you. From this moment, as long as I live, I will love you. I promise you this, there is nothing I wouldn't give. From this moment on, you're the reason I believe in love. And you're the answer to my prayers from up above. All we need is just the two of us. My dreams came true because of you. From this moment, as long as I live, I will love you. I promise you this, there is nothing I wouldn't give. From this moment, I will love you. I will love you. As long as I live. From this moment तू है तो मुझे फिर और क्या चाहिए, तू है तो मुझे फिर और क्या चाहिए। किसी की ना मदद ना दुआ चाहिए, तू है तो मुझे फिर और क्या चाहिए। सुन हारिए, जिंद जानिए, 100 बार जन्म लूं तो भी तू ही हमदम हर दफा चाहिए। तू है तो मुझे फिर और क्या चाहिए, तू है तो मुझे फिर और क्या चाहिए। तू ही रे, तू ही रे, नीरी रे, तू ही रे, तू ही रे, तू ही रे, नीरी रे, तू मेरी, मैं हूँ तेरा रांझा। तू ही रे, तू ही रे, तू ही रे, नीरी रे, तू ही रे, तू ही रे, तू ही रे, नीरी रे, तू मेरी, मैं हूँ तेरा रांझा। हो जब तक तेरी नींद न टूटे, उगता नहीं है सूरज मेरा। ख्वाब रहे
से प्यारा तू सच मेरा सुनहार ये जिंद जान ये जख्मों को मेरे मरहम की जगह बस तेरा छुआ चाहिए। तू है तो मुझे फिर और क्या चाहिए, तू है तो मुझे फिर और क्या चाहिए। किसी की ना मदद ना दुआ चाहिए, तू है तो मुझे फिर और क्या चाहिए। बदले तेरे माही लाके जो कोई सारी दुनिया भी दे दे अगर किसे दुनिया चाहिए। ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ, 4 മണിപ്പൂ അരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ. തെന്നലുടയാടതന്നേ മണിച്ചിന്തുമൊഴിയോതി വന്നേ, മെല്ലെ അതു നാടറിഞ്ഞേ വാനം ദൂരെ അതു കണ്ടുണർന്നേ. അമ്മ മുകിലിൻ ഉള്ളു നിറഞ്ഞേ മഴയായി പൊഴിഞ്ഞേ. ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ, 4 മണിപ്പൂ അരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ. അൻപാകും തണലിൽ ആനന്ദക്കുടിലിൽ അന്ന് വരുന്നിരുന്നു മിഴിവോടെ. ഉള്ളാകെ തുറന്നും നോവെല്ലാം മറന്നും സ്നേഹത്തിൻ നിറമുള്ള ചിരിയോടെ. ഓമൽ പൂങ്കുരുന്നിൻ മിഴിവാടാതെ വേനൽ പാടകളെ മറഞ്ഞേ. വാനത്തിൻ മടിയിൽ അതിരില്ലാതെ മോഹത്തിൻ ചിറകിൽ പറന്നേ. എന്നും ഇവിടെ വന്നു നിറഞ്ഞേ നറുതേൻ മധുരം. ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ, 4 മണിപ്പൂ അരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ. വെള്ളാരം വെയിലിൽ കുന്നോരച്ചെരിവിൽ പൊന്നാട നെയ്തിടുന്ന പകലാവാം. മുന്നാഴിക്കനവിൽ മൂവന്തി ചിമിഴിൽ അമ്പിളിക്കല കണ്ട് മിഴിമൂടാം. പണ്ടത്തെ കനലും മിഴിനീർ കടലും ഇന്നത്തെ കുളിരിൽ മറയേ. നീയില്ലാതുലകിൽ എനിക്കായി വളരാൻ വേറാരും ഇനിയിൽ ഉള്ളിലെരിയും കുഞ്ഞു
നീലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ 4 മണിപ്പൂ അരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ തെന്നലുടയാടതന്നേ മണിച്ചിന്തുമൊഴിയോതി വന്നേ മെല്ലെ അതു നാടറിഞ്ഞേ വാനം ദൂരെയതു കണ്ടുണർന്നേ അമ്മ മുകിലിൻ നുള്ളു നിറഞ്ഞേ മഴയായി പൊഴിഞ്ഞേ ഉരുകിപ്പോനതടി ഉള്ളോ യാനിയേ കുരുകി പോനതടി യാനിയേ നീ മൂടുമേ യവാനോ